ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്ക് അസിയുടെ ഒരു സെക്കൻഡ് ഔട്ടിംഗ് ആയിട്ട് നമ്മളിന്ന് പോകാമെന്ന് വെച്ചു. അതുമാത്രമല്ല കുഞ്ഞുങ്ങൾ കുറേ ദിവസം കൂടെ പറയുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും കൊണ്ടുപോകണം, എങ്ങും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ ട്രിവാൻഡ്രം സൂവിലും ലുലുവിലോ ബീച്ചിലോ എല്ലാം പോകാമെന്ന് വെച്ചാണ് ഇറങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിൽ ചെന്നപ്പോഴത്തേക്ക് അസി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് പോയത്. അന്നേരം അസ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കൊടുത്തിട്ട് അവൻ രാവിലത്തെ ഒരു മൂഡിൽ കഴിക്കാനും തോന്നിയില്ല. അങ്ങനെ പിന്നെ കുറുക്കൊക്കെ ഞങ്ങൾ അവൻ്റെ ഫീഡിങ് ബോട്ടിലാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ വെച്ച് എന്തായാലും കുറുക്കൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ ക്യാരി ബാഗിലിട്ടിരുന്നത്, അതാകുമ്പോൾ അവനെ കൊണ്ട് നടക്കാനാണെങ്കിൽ എളുപ്പം, അവനും സുഖമാണ്. അവന് ഫുള്ളിരുന്ന് കാഴ്ചയും കാണാം, അവനും ദേഹം നോക്കത്തില്ല, എളുപ്പവുമാണ്. അങ്ങനെ ക്യാരി ബാഗിലായിരുന്നു ഫുൾ ആൾ. അങ്ങനെ അവിടെ ഇരുന്ന് അവനും നല്ല കാഴ്ചകളൊക്കെ കണ്ട്, ദൂരെയുള്ളതൊന്നും കാണുന്നില്ല, പക്ഷെ അടുത്തൊക്കെയുള്ള ആനിമൽസിനെയൊക്കെ കാണുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടി ഇപ്പം കൂടുതലൊന്നും കൂടെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ കയറിയപ്പം തന്നെ മോൻ്റെ ഫുഡും കാര്യങ്ങളും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബോട്ടിലും, മെയിനായിട്ട് നമ്മൾ ബോട്ടിലല്ലേ വെള്ളമൊക്കെ അത്യാവശ്യം വേണ്ടി വരുന്നതല്ലേ, അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. അവർ മാറ്റി വെക്കാൻ പറഞ്ഞു, കാരണം അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ ചാർജ് ചെയ്ത് ബാക്കി പിന്നെ മോന് വേണ്ടുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. അവന് വേണ്ടുന്ന ഫുൾ സെറ്റുമായിട്ടാണ് നമ്മൾ പോയത്. ബാഗ് ആണെങ്കിലും അവൻ്റെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഞങ്ങൾ ആപ്പിളും പിന്നെ പംകിനും ആവി പുഴുങ്ങി കൊണ്ടുപോയിരുന്നത്. അന്നേരം മറ്റേ ഫുഡ് മേക്കർ സെറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ നേരം കാഴ്ചയൊക്കെ കണ്ടിട്ട് അവനിങ്ങനെ നോക്കി നടക്കും. അവനിങ്ങനെ ആളുകളെ കാണുന്നതും ഇങ്ങനെ പ്രകൃതി കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. വീട്ടിലിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ വണ്ടി കാണണം, ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് ഇപ്പോൾ കുഞ്ഞ് വളർന്ന് വരുമല്ലേ. അന്നേരം അവന് ഒരു സന്തോഷമാവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളും എല്ലാവരും പോയി. അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്തു. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴാണ് നമ്മുടെ പാത്തുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമലാണ് ബിയർ എന്ന് പറയുന്നത്. അങ്ങനെ 2 ബിയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് രണ്ടും ശോഷിച്ച് പോയി. എന്താണെന്നറിയത്തില്ല, ക്ലൈമറ്റിൻ്റെ ആണോ അതിൻ്റെ കളറും മങ്ങി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തായാലും അതൊക്കെ കണ്ടിറങ്ങി. പിന്നെ അസിയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം കൈയിരിക്കുമല്ലേ, അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആക്കി ഇടാമെന്ന് വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലും മാറിയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്നത്. നല്ല വെയിലും ഇടയ്ക്കുണ്ടായതുകൊണ്ട് പിന്നെ തൊപ്പിയൊന്ന് വെച്ച് കൊടുത്തു. ഇതെല്ലാം അവൻ്റെ ഫുൾ സെറ്റിനകത്ത് ഞാൻ കൊണ്ടു കിടക്കുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ നടന്നു പോയി. കൊച്ചുങ്ങളെല്ലാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ അതിനകത്ത് കയറിയ സമയം പോകുന്നത് അറിയത്തില്ല, കാരണം ഇത്രയും നടന്നു വരുമ്പോഴത്തേക്ക് സമയം പോകുന്നത് എത്രയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു. പിന്നെ രാവിലെ എഴുന്നേറ്റില്ലേ, അസിയും ഞാൻ എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂടെ അവൻ ചാടി എണീറ്റ്. എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, ഞാൻ മാറിക്കഴിഞ്ഞാൽ അവൻ അന്നേരം ചാടി എണീക്കും. അങ്ങനെ രാവിലെ എണീറ്റ് ക്ഷീണത്തിൽ പിന്നെ വണ്ടിക്കകത്തിരുന്ന് തന്നെ കുറച്ച് ഉറങ്ങി. പിന്നെ അവിടെ വന്ന് ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും കയ്യിലിരുന്ന് നല്ല സുഖം ഉറക്കമായിരുന്നു. പിന്നെ ഞാനൊന്ന് ഇരുന്നതിൻ്റെ റിസൾട്ടാണ് അവിടെ കാണുന്നത്. ഇരിക്കാൻ പാടില്ല. നമ്മൾ ക്യാരി ബാഗിലാണെങ്കിൽ അവനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ ആളുണരും. അങ്ങനെ നടന്ന് കുറേയൊക്കെ ബാക്കിയും ഞങ്ങൾ കുറേ നടന്നൊക്കെ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ പാത്തുവിനാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാൽ കാണണം. അന്നേരം അവൾക്ക് സൂവും കാണണ്ട, ഒന്നും കാണണ്ട. അവൾക്ക് അന്നേരം പാത്തു എന്ന് വെച്ചാൽ എൻ്റെ ഇത്തയുടെ മോളാണ്. ഒരു കുഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ലാസ്റ്റാണ് ആളൊന്ന് ഹാപ്പി ആയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി ആനിമൽസിനെയും കണ്ടു. ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടച്ചിരിക്കുകയാണ്, അതാണ് വോയിസ് ഇങ്ങനെ വരുന്നത്, ക്ഷമിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസിയ എന്തായാലും എണീറ്റു. ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഉറക്കമായിരുന്നെന്നുണ്ടെങ്കിലും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയെന്ന് വെച്ചാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. അന്നേരം നല്ല തിരക്കുണ്ടായതുകൊണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇടയ്ക്ക് ഉണരും ഇടയ്ക്ക് ഉറങ്ങും, അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. എന്തായാലും ബാക്കി പിന്നെ സൗണ്ടൊക്കെ കേട്ട് തനിയെ കണ്ണ് തുറന്ന് ബാക്കി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എന്തായാലും എണീറ്റ് അങ്ങനെ കരച്ചിലും അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ മാത്രമുള്ളൊരു നിർബന്ധമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്, പിന്നെ ഒട്ടും കുഴപ്പമില്ല, ആളന്നേരം ആക്റ്റീവാകും. അങ്ങനെ പാത്തുവും എന്തായാലും ഊഞ്ഞാലിൻ്റെയൊക്കെ കാര്യമൊക്കെ മറന്ന് നല്ല ഹാപ്പി ആയിട്ട് പിന്നെ ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റിലെ കുഞ്ഞ് സെറ്റെല്ലാം ബാക്കി ഇങ്ങനെ മുമ്പേ നടന്ന് പോരുന്നത്.
അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറക്കെ നടന്നു വന്നു. പിന്നെ ലാസ്റ്റ് മുള്ളംപന്നി ഉണ്ടായിരുന്നു. ഇവനിങ്ങനെ അടുത്ത് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുവിധം അവൻ ശ്രദ്ധിച്ച് അത് അനങ്ങുന്നേയും അത് മൂവ് ചെയ്യുന്നേയും എല്ലാം അവൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഒരു 1:30 ആരും ഫുഡും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പക്ഷേ അകത്തോട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പോയി. അങ്ങനെ പിന്നെ അവിടെ താഴെ വിരിച്ചിട്ടിരുന്ന് എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു നല്ലൊരു രസമല്ലേ. അങ്ങനെ പിന്നെ അസിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയുണ്ട്. നമ്മളവിടെ അവൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ടിട്ട് അവനെ അവിടെ ഇരുത്തി. പക്ഷേ അവിടുത്തെ മ്യൂസിയത്തിലെ പോച്ചെല്ലാം അവൻ പിച്ചി കൊടുത്തെന്ന് മാത്രം. അവനൊരു ഹാപ്പി ആയിട്ട് അവൻ അവിടെ ഇരുന്ന് 4 സൈഡിലത്തെ പോച്ചയും നല്ല വൃത്തിക്ക് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു. ബാക്കി അവന് ഫുഡുണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയാൽ അവനങ്ങനെ ഫുഡ് കഴിക്കത്തില്ല. കാരണം ഇങ്ങനെ കാഴ്ച കണ്ട് ഇരിക്കാനുള്ളൊരു ആവേശത്തിൽ എത്ര ഫുഡ് കൊടുത്താലും ഭയങ്കര പാടാണ്. പിന്നെ പിടിച്ചിരുത്തി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് പിന്നെ ബാക്കി വീണ്ടും ഡ്രസ്സും ഡൈപ്പേഴ്സും കാര്യങ്ങളും എല്ലാം മാറ്റി പിന്നെ ഒന്നും കൂടെ ആളെ ഒന്ന് ഉഷാറാക്കി എടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 3-3:30 ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ലുലുവിൽ പോവാം എന്നും പറഞ്ഞ് പോയത്. അങ്ങനെ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് ഇത്രയും ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നതെന്ന്. കാരണം ഓഫർ തീരുന്ന ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ ചെല്ലുമ്പോഴായിരുന്നു അറിഞ്ഞത്. അങ്ങനെ സൂചി ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ നല്ല തിക്കും തിരക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും പിന്നെ ചെന്നല്ലേന്ന് വെച്ചിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു തരത്തിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇലക്ട്രോണിക് സെക്ഷനിൽ ഞങ്ങൾ പോയി. നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അന്നൊക്കെ. അങ്ങനെ ഒരു സ്റ്റൗ ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ബില്ലടിക്കാൻ ഞങ്ങൾ നിന്നത് 3 മണിക്കൂറാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇട്ടിട്ട് വന്നാലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെയും എടുത്തല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെറുതെ 3 മണിക്കൂർ അവിടെ വെറുതെ പോയി ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ അവിടുത്തെ കയറാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ ജീവനും കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. കാരണം ആ തിക്കും തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് അന്നൊക്കെ അവിടെ പോയവർക്കറിയാം അവിടുത്തെ തിരക്കും കാര്യങ്ങളും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കണക്ക് സൂചിയുടെ സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ തിക്കും തിരക്കുമൊക്കെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 9-9:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം പോകുന്ന അറിയത്തില്ലല്ലോ അകത്ത് നിന്ന്. പിന്നെ വന്ന് ഫുഡൊക്കെ അടിച്ച് ഒരു 10-10:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ